പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ
ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അച്ഛനായിട്ട് 40 കൊല്ലമായെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ 40 കൊല്ലം ആകുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ ഇടവക ജീവിത കാലത്ത് ഉണ്ടായ 1-2 അനുഭവങ്ങൾ ഓർക്കുമ്പോഴേ ഞാൻ അങ്ങനെയാണ് ഈ ശുശ്രൂഷ കർത്താവിനൊക്കെ ഒന്ന് പിടിച്ചതാണ്. ഞാൻ ഒരു ഇടവക കൊച്ചച്ഛനും ഇടവക വികാരിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഈ ജനം നമ്മളുടെ കൂടെ അവർ എല്ലാ കൂദാശകളും ഒക്കെ അനുസ്മരിച്ചും അനുഷ്ഠിച്ചും എല്ലാ ഞായറാഴ്ചകളിലും തന്നെ അവർ ദേവാലയത്തിൽ വരികയും കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഈ ജനം ഈ അനുഷ്ഠാനക്രമങ്ങളിൽ അഭിരമിക്കുന്ന ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് എനിക്ക് ചില സമയത്ത് തോന്നി. കാര്യം അവിടെ ഉള്ളിലോട്ട് ക്രിസ്തു എല്ലാവരും അല്ല, നല്ല മാന്യമര്യാദ കത്തോലിക്കാനായിട്ട് ജീവിച്ച് ലോകത്തേക്ക് കിടക്കുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അങ്ങനെ ഒത്തിരി മനുഷ്യർ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതെല്ലാം ഇങ്ങനെ പറയേണ്ടതല്ലേ. ഒരു ദിവസം ഞാൻ റോഡിൽ നിൽക്കുമ്പോഴേ ഒരാൾ ഒരു ഒറ്റക്ക് കൊടിയും പിടിച്ച്, ഒരു ചുവപ്പ് കൊടിയും പിടിച്ച് ഒറ്റക്ക് റോഡിൽ കൂടി വന്നു. അപ്പോൾ ഒന്നാമത്തെ ആ കാലം 87 കാലമാണ്. ഭയങ്കര രാഷ്ട്രീയ കേരളത്തിൽ പിന്നീടുണ്ടായിരുന്നുള്ള എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഡിസിസീവ് പോയിൻ്റായിരുന്ന ഒരു കാലമാണ് 87 എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് കൊടിയും പിടിച്ച് വന്നപ്പോൾ ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ റോഡിൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത്, റോഡിനരികിൽ. ഞാൻ ചേട്ടാ എവിടെ പോയി, എന്താ പരിപാടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാനൊരു സ്ഥലത്ത് പോയതാണ് വെച്ചാൽ. അപ്പോൾ പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്. എൻ്റെ വള്ളത്തിനെ ആരാണ്ട് എറണംകെട്ട എന്നാണ് പറഞ്ഞത്. അവരുടെ കടപ്പുറത്തെ ഒരു ലാംഗ്വേജാണ് എറണംകെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാപം പിടിച്ചവൻ്റെ. വള്ളത്തിൽ മുട്ടി എനിക്കിപ്പോൾ പണിയൊന്നും കിട്ടേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഒരു കൊടിയൊക്കെ വെഞ്ചരിപ്പിച്ചെടുത്തുകൊണ്ട് കൊടിയൊക്കെ വാങ്ങിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അവിടെ എന്താ പരിപാടിയൊക്കെ ചെയ്ത് ആ കൊടി വെച്ച് കെട്ടുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ളത് പുള്ളിയുടെ ഒരു വിശ്വാസമാണ്. വേറൊരു ഇടവക ഇരുന്നപ്പോൾ അത് എൻ്റെ ഒരു ഉറ്റ ബന്ധുവാണ്, അടുത്ത ബന്ധു, രക്തബന്ധമുള്ള ആളാണ്. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ പറയണം, അവരുടെ വീട്ടിൽ കുറേ മരങ്ങളുണ്ട്. അപ്പം ആ മരങ്ങൾ വേറെ ഒരു വീട്ടുകാരുടെ വീട്ടിലൊരു പ്രായം ചെന്ന അവരുടെ അയൽവാസികളുടെ വീട്ടിൽ പ്രായം ചെന്ന വല്യമ്മച്ചുണ്ട്. അപ്പോൾ പ്രായം ചെന്ന് വല്യമ്മച്ചി എവിടെയെങ്കിലും പോകുമ്പോൾ ഇവർക്ക് കൊണ്ടുവന്ന് ഓരോ മരങ്ങൾ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 10-25 കൊല്ലമായിട്ട് നമുക്ക് ലോക ബാങ്കിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഭൗമ ഉച്ചകോടിയിൽ നിന്നൊക്കെ ഫണ്ട് മുടക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്ത് ചെല്ലുമ്പോഴും വനവകുപ്പ് മരം കൊടുക്കുന്നുണ്ട്. ഇപ്പം കൊടുക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ മരം കൊണ്ടുവന്ന് ചെടുത്തി കൊടുക്കും. ഇവിടെയൊക്കെ എന്നിട്ട് അവിടെ കുഴിച്ച് വെച്ച് കൊച്ചേ അവിടെ കുഴിച്ച് വെക്കുക വെച്ചേ ഇവിടെ കുഴിച്ച് വെക്കുന്നതിന് മുത്തിയാമ്മ പറയും. പിന്നെ ഇപ്പം രസം വെച്ചാൽ ഇപ്പം 2 വീട്ടിൽ നിറച്ച കാട് പോലെ മരം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ ഭൂലോക അന്ധവിശ്വാസിയാണ് ഈ മുത്തിയമ്മ. മുത്തിയമ്മയുടെ കണക്കനുസരിച്ച് അവരുടെ വീട്ടിൽ നിൽക്കുന്ന മരത്തിൻ്റെ ബദൽ മരം ഈ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് അവർ ഈ മരം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇവർക്കതറിയത്തില്ലേ, ഇവർക്ക് വെപ്പിക്കണ മരം. ഇവർ മരം വെച്ച് കൊണ്ടുണ്ട്. അവർ പറയും ഇന്ന മരം വെക്കാന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വല്ല മരവും ഇവർ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ മരം, അതിൻ്റെ ദോഷം അവർക്കൊക്കെ ആയിരിക്കാൻ വേണ്ടി അതിൻ്റെ ബദൽ മരം അവരെ കൊണ്ട് വെക്കും. അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മരം വെച്ച് അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇരുട്ടും കയറി കാടും പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇതൊരു തരം വിശ്വാസമാണ് ശരിക്കും പറഞ്ഞത്. ഇതൊരു തരം വിശ്വാസം.
ഇത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് ഇതുപോലെ പ്രാകൃതമായ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ, അതായത് ഓരോരോ തരത്തിലുള്ള, ഇതിൻ്റെ അത് കുറച്ച് ആരോഗ്യശാസ്ത്രമുണ്ട് ഇതിൻ്റെ അകത്ത്, അത് വേറെ അത് അതിൻ്റെ ലെവൽ. ആ ആരോഗ്യശാസ്ത്രം തണലിൽ അന്ധവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണമേ, നിങ്ങളുടെ പലതരം വിശ്വാസങ്ങൾ. ഇപ്പോൾ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അത് പുതിയ താമസക്കാരാണ്, അവരെങ്ങും മലബാറിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുക. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മരുമകൾ എന്നോട് പറയണേ, എൻ്റെ അമ്മയുടെ പരിപാടി ഇടക്കും തലക്കൊക്കെ ഈ അലമാരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതാണ്. അപ്പം അമ്മയോട് ചോദിക്കും, ചില സമയത്ത് അലമാരി തെക്കോട്ട് വെക്കും, തെക്കോട്ടിരുന്ന അലമാരി പടിഞ്ഞോട്ടെടുത്ത് തിരിച്ചു വെക്കും. അപ്പോൾ അമ്മ എന്താ പറയണത്, ഇവിടെ കാശിരിക്കണില്ല കൊച്ചെന്നാണ് പറയണത്. അതിന് അലമാരി മാറ്റി നടക്കണതാണ് ഈ തള്ളയുടെ പരിപാടി. ഇവരുമൊക്കെ ഇങ്ങനെ പള്ളി വന്ന് കുമ്പിട്ട് കിടന്ന് തലകുത്തി മറിഞ്ഞ് കുമ്പസാരിക്കുകയും കുർബാനസയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളി മുഴുവനും ഇതുപോലെയുള്ള പ്രാക്കപ്പെട്ട ക്രിസ്തുവിന് ഒരു വിലയുമില്ലാത്ത അന്ധവിശ്വാസങ്ങളാണ്. അത് പകുതി മുക്കാലും ആണുങ്ങളിലും ഉണ്ട്, തലമൂത്ത ചേട്ടത്തിമാരുടെ കയ്യിൽ കൂടുതലുണ്ട് ഈ വിഷയം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചപ്പോൾ കുറച്ചൊന്ന് കുടുംബത്തിലൊരു വെളിച്ചം കയറിയിട്ടുണ്ട്. പക്ഷേ അവൾമാരൊക്കെ ചിലതിങ്ങനെ സുവിശേഷ കാര്യത്തിലും വിശ്വാസം കമ്മിയാണ്. അത് വേറൊരു അപകടമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണത്തിനെയാണ്, ഈ ക്രിസ്തുവിൻ്റെ മുഴുവനും ഇപ്പം ഈശോൻ്റെ വാക്കുകളെല്ലാം ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ കടക്കൽ കത്തിവെച്ചിട്ട് മനുഷ്യനെ ഡെലിവറി ചെയ്യുന്ന വാക്കുകളാണ്. പക്ഷെ എന്താ പറയണത്, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ആ ഒരു ബോധം നമുക്കുണ്ടാകും. ക്രിസ്തുവിനെ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ഓമൻസും ശകുനങ്ങളും എല്ലാത്തിനും നീ കീഴടക്കുകയാണ്. ഒന്ന് കുറച്ച് 15-20 എടുത്തേ. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിന് കീഴാക്കിയിരിക്കുന്നു. അപ്പൊ സമസ്തവുമാണ്. അതുകൊണ്ടാണ് പരിച്ഛേദന അപരിച്ഛേദനൊന്നുമല്ല, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പം ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു ബന്ധം ചെയ്തിട്ട് നടക്കുകയും ചെയ്യും. പഴയ സൃഷ്ടിയേക്കാൾ പ്രൗഢന്മാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കുടുംബങ്ങളിലുള്ളത്. 2:5-17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അതാണ് ക്രിസ്തുവിലായിരിക്കും. അപ്പം നിങ്ങൾ പഴയ സൃഷ്ടിയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലല്ല. അതാണ് വിഷയം. നിങ്ങൾ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അന്ധവിശ്വാസങ്ങളും മരങ്ങളും നിങ്ങൾ കാലങ്ങളും ഋതുക്കളും ആചരിക്കുന്ന പോലും സുവിശേഷത നിങ്ങൾ വ്യർത്ഥമാക്കിയില്ലെന്ന് ചോദിക്കണത്. ഗലാത്യർ 4:10 നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും ഋതുക്കളും വർഷങ്ങളും ആചരിക്കുന്ന പോലും നിങ്ങളുടെ ഇടയിൽ ഞാൻ അധ്വാനിച്ചത് വൃഥാവിലായോ എന്ന് സുവിശേഷത്തെ വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പൊ കല്യാണം ഇറങ്ങാനുള്ള സമയമാണ്. നമുക്ക് ക്രിസ്ത്യൻസിന് വല്ല സമയമുണ്ട്. പ്രാർത്ഥന തീരുന്ന സമയത്ത് നമ്മൾ ഇറങ്ങും. അപ്പം കുറേ ദുർക്കിളവന്മാർ അവിടെ നിന്നിട്ട് പെയ്തും പിരക്കും തോന്നിയ വശമൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്താണെന്ന് അറിയത്തില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന സുവിശേഷവിധമായ പുനഃക്രമീകരണം എന്താണെന്ന് അറിയത്തില്ല. ഇവർക്കുമാർക്ക് ക്രിസ്തുവിന് വിശ്വാസമില്ല. എന്നിട്ട് വേഷം കൂടി ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. എൻ്റെ ദൈവവേദന, നിനക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ ലോകത്തെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അലബലാതി വിശ്വാസങ്ങളെല്ലാം നീ വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പം പടിപടിയായിട്ട് ക്രിസ്തുവിൽ വളരുകയും നമ്മൾ ജീവിതത്തെയും ലോകത്തെയും ജയിക്കുകയും ചെയ്യും. പ്രൈസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കിയോരത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് വീടിനടുത്തുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചർ വഴിയാണ്. ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മെയ് മാസം 12-ാം തീയതിയാണ് 2022 വർഷത്തിൽ. ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് അമ്മയുടെ ഭാഗം വെച്ച ഉടമ്പടി എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കൊല്ലം 2025 ഇവിടെ ജപമാല റാലി നടക്കുന്ന സമയത്ത് ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മയ്ക്ക് യാതൊരു തടസ്സവും കൂടാതെ ഭാഗ ഉടമ്പടി നടക്കുകയും ചെയ്തു. അതിനമ്മയ്ക്ക്
പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം. അസാധ്യ കാര്യങ്ങൾ സാധിച്ചിരുന്ന പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, നല്ലൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന്. മാർച്ച് മാസം 2025 എനിക്ക് ഒരു ഫോണിൽ ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒഴിവ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അപേക്ഷ വെച്ചു. ജൂൺ മാസം ഇൻ്റർവ്യൂവിനായിട്ട് ആ ജോലിയുടെ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2025 ആ വർഷം തന്നെ ഇൻ്റർവ്യൂ നടക്കുകയും ജൂൺ മാസം എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഇവിടുന്ന് വെഞ്ചിരിച്ച ഉടമ്പടി തൈലം നെറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യാതൊരു പേടി കൂടാതെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ജനുവരി മാസം ജോയിൻ ലെറ്റർ വന്നു. ജനുവരി 22-ാം തീയതി ജോലി പ്രവേശിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. ജോലി കിട്ടിയത് ഗവൺമെൻറ് ജോലിയാണ്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ആനിമൽ കീപ്പറായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ. എൻ്റെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സാധിച്ചു വന്നത്. കാരണപ്രവൃത്തികൾ ഒരു നേരത്തെ ഭക്ഷണം പാവങ്ങൾക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം പത്രം വിതരണം ചെയ്യാറുണ്ട്. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങി വീടിൻ്റെ അടുത്തുള്ള വീടുകളൊക്കെ പോയിട്ട് വിതരണം ചെയ്യാറുണ്ട്. എനിക്കുണ്ടായ അനുഭവങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. പിന്നെ സമയം കിട്ടുന്ന പോലെ ബൈബിളും വായിക്കാറുണ്ട്. കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയിൽ മുടങ്ങാറില്ല. എല്ലാം ചെയ്ത ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. ഉടമ്പടി ഒരു വിളിയാണ്. കർത്താവിൽ ആനന്ദിക്കാനും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അവിടുത്തേക്ക് ഭരമേൽപ്പിക്കാനും വിശ്വാസം അർപ്പിക്കാനുമുള്ള ഒരു വിളിയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം ഓൾ സറണ്ടർ ടു ഗോഡ് ഇൻ ഉടമ്പടി. ഉടമ്പടിയിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സഹനങ്ങളും എല്ലാം നാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. ആ കരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മ. ദൈവത്തിൽ ആനന്ദം കിട്ടുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ശുദ്ധമാവുകയും ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിതം നയിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പുതിയ വഴികൾ തുറന്നു തരികയും ചെയ്യുന്നത്. ഗ്ലെൻസ് TJ എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ഭാഗോടമ്പടിക്കായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഒരു വർഷത്തോളം പേപ്പർ വർക്കുമായിട്ട് നടന്നു. പക്ഷെങ്കിൽ ഒരു കാര്യവും ഫോർവേഡാക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ടീച്ചർ പറഞ്ഞ പ്രകാരം ഇവിടെ വരികയും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും 7ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഈ നിയോഗത്തിൽ സമർപ്പിച്ച കാര്യം സാധിച്ചു നൽകിയത്. അത് ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയായിട്ടാണ് ഗ്ലെൻസ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ജോലിയുടെ കാര്യം ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഉടമ്പടിയിൽ നിയോഗമായി എഴുതാൻ സമയമായപ്പോൾ അസാധ്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഒരു ഗവൺമെൻറ് ജോലി ഒരു സ്വപ്നമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ടാണ് നിയോഗം സമർപ്പിച്ചത്. അതും ആ ആഗ്രഹപ്രകാരം തന്നെ ഇൻ്റർവ്യൂവിന് പോവുകയും വിശ്വാസമില്ലായിരുന്നു, കോൺഫിഡൻസ് അധികമില്ല ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കാശിരൂപം കയ്യിലും മുറുക്കെ പിടിച്ച് അമ്മയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയാണ് ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ ചെന്നപ്പോൾ 33 പേരിൽ 14ാമത്തെ റാങ്ക് ലിസ്റ്റിലാണ് ഈ മകൻ്റെ പേര് വന്നത്. അതും അവിടെയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ കൃപയാണെന്നാണ് പറയുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയിൽ നിന്ന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഈ മകൻ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് നല്ലൊരു ഗവൺമെൻറ് ജോലി നേടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാൻ, ഈശോയെ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുവാനാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. തന്നെയുമല്ല ഈ മകൻ്റെ ഓരോ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ആത്മീയ ജീവിതവും എല്ലാം ഏറെക്കുറെ കഴിയുന്നതിൻ്റെ പരമാവധി അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് നയിക്കുവാനാണ് ശ്രമിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വചനത്തിൽ പറഞ്ഞതുപോലെ അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും.
നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക എന്നാണ്. നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമുക്ക് വിശ്വാസമർപ്പിച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. അവിടുന്ന് നമ്മെ നോക്കിക്കൊള്ളും എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് മുന്നോട്ട് നയിക്കാം. ഗ്ലെൻസിൻ TJയ്ക്കും കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുവാനും പരിശുദ്ധമായ ഈ ആൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനും അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനോടും ഈശോയിനോടും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് അഖിൽ. ഞാനിവിടെ മണ്ണഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവനാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 29/8/2023 ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു വിദേശത്തേക്ക് ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. അമ്മ മാതാവും ഈശോയും എനിക്കത് നൽകി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ദുബായിൽ ചെന്നതിന് ശേഷം ഞാൻ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളിന് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചു. ആദ്യത്തെ 3-4 മാസത്തോളം എൻ്റെ ഡ്രൈവിംഗ് സംബന്ധമായിട്ട് യാതൊരുവിധ പ്രോഗ്രസ്സും ഉണ്ടായിരുന്നില്ല. പേപ്പർ വർക്കുകളൊന്നും മൂവ് ചെയ്യുന്നില്ല. ഒരുപാട് തടസ്സങ്ങളായിരുന്നു എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷമാണ് എനിക്കതിനൊരു പ്രോഗ്രസ് ഉണ്ടായത്. ഞങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട സമയത്ത് അജ്മാനിൽ നിന്നും ലൈസൻസിൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പാകുകയും പിന്നീട് അത് ഫുജിയറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അവിടെ ചെന്നതിന് ശേഷം 2 മാസത്തോളം വീണ്ടും അവിടെ പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി ധ്യാനം കൂട്. എൻ്റെ വാട്സപ്പിലേക്ക് അമ്മ ഷെയർ ചെയ്തു തന്നു. ഞാൻ ഉടമ്പടി ധ്യാനം കൂടി അന്ന് വൈകിട്ട് തന്നെ എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ടായി കാണാൻ എനിക്ക് സാധിച്ചു. അമ്മ മാതാവ് ഈശോയുമാണ് തടസ്സങ്ങളുണ്ടായിരുന്നത് ഓരോന്നോരോന്നായി എൻ്റെ മുമ്പിൽ നീക്കിത്തന്നത്. അതെനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം അന്ന് തൊട്ട് ഇന്നേ വരെ ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ സാധിക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എനിക്ക് മുടങ്ങാതെ കാണാനായിട്ടുള്ള അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ലൈസൻസ് എനിക്ക് ഫെയിലായി. അത് ഫെയിലാകുന്നതിന് മുമ്പ് എനിക്കത് അമ്മ മാതാവ് കാണിച്ചു തന്നായിരുന്നു ഞാനത് ഫെയിലാകുന്നുള്ളത്. പക്ഷേ അത് ഫെയിലായത് എൻ്റെ നന്മയ്ക്കാണെന്ന് എനിക്കത് പിന്നീടാണ് മനസ്സിലായത്. അതിനുശേഷം അടുത്ത ഫൈനൽ ടെസ്റ്റ് വന്നു. ഞാൻ ടെസ്റ്റിന് കയറുന്നതിന് മുമ്പ് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും നന്മ നിറയെ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കൂടാണ്ട് ഉടമ്പടി തൈലം ഞാൻ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ 2ലും പുരട്ടി. അതിനുശേഷമാണ് ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ തന്നെ എനിക്ക് രണ്ടാമത്തെ അറ്റംപ്റ്റിലും എനിക്ക് കാണുവാൻ സാധിച്ചു. പക്ഷേ ആ തടസ്സങ്ങളെല്ലാം എൻ്റെ മാതാവ് ഈശോയും എനിക്ക് നീക്കിത്തന്ന് എന്നെ പാസ്സാക്കി തന്നു. ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ വന്നു. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ മാതാവ് ഈശോയും അതൊക്കെ തരണം ചെയ്ത് എന്നെ ആ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാക്കി തന്നു. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ മാതാവും ഈശോയും എനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്തതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ടുള്ള ലാഘവത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആദ്യം സമീപിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായത് അത് എൻ്റെ കഴിവിൽ നിൽക്കത്തില്ല. പക്ഷേ എൻ്റെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താലാണ് എനിക്കത് പാസ്സായി എന്നെ അനുഗ്രഹിച്ച് എനിക്കത് കിട്ടിയത്. കൂടാതെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത്. ഞാൻ ആദ്യമൊന്നും ഇത്രയ്ക്കും പ്രാർത്ഥനയോ കൃത്യമായിട്ട് ഉടമ്പടി ധ്യാനം കൂടുകയോ ഒന്നും ചെയ്യുന്നുണ്ടായില്ല. സാക്ഷ്യങ്ങളൊന്നും തന്നെ അങ്ങനെ പ്രോപ്പറായിട്ട് അങ്ങനെ കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന് ശേഷം എനിക്കത് മുടക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് വന്നു. കാരണം ഉടമ്പടി ധ്യാനമായാലും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കും. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം എനിക്കതൊക്കെ മാറുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനവും ആശ്വാസവുമാണ്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് അവിടെ ചെന്നതിന് ശേഷം ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നൊന്നില്ലാതെ തൊണ്ടവേദന, പനി, എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു. ഓരോ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു.
ഇത് തന്നെയായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മാതാവ് മമ്മിയിലൂടെ എന്നോട് പറയുന്നു, നീ ഉടമ്പടി ധ്യാനം എടുത്ത് ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്ക്. ഞാൻ അങ്ങനെ ഉടമ്പടി ധ്യാനം ഉപയോഗിക്കുന്നതിലൂടെ മാറാത്ത ഈ ഇയർ ബാലൻസ്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ഇയർ ബാലൻസ് ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്കത് മാറിക്കിട്ടി. അന്ന് തൊട്ട് ഇന്നേ വരെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എനിക്ക് പിന്നീട് വന്നിട്ടില്ല. അത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ മാതാവ് ഈശോയും എനിക്കത് മാറ്റി തന്നതാണ്. കൂടാണ്ട് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ പൊതിച്ചോറുണ്ടാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. കൂടാണ്ട് ആരെന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അവർക്കത് സാധിച്ചു കൊടുക്കുമായിരുന്നു. കൂടാണ്ട് പത്രമൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ധ്യാനമൊക്കെ കൂടിയതിന് ശേഷം എനിക്ക് ചില സമയത്ത് ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന്. പക്ഷേ കണ്ണു തുറക്കുമ്പോൾ അത് സ്വപ്നമെന്ന് കരുതുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ 2-3 പ്രാവശ്യം ഞാൻ എറണാകുളത്ത്, ഇവിടെ ഉള്ള സമയത്ത് തന്നെ എറണാകുളത്ത് വെച്ചിട്ട് വലിയ പ്രൈവറ്റ് ബസ് വന്ന് എൻ്റെ ബാക്കിലിട്ട് ഇടിക്കുകയും എൻ്റെ വണ്ടി മറിഞ്ഞു പോകാതെ തന്നെ എന്നെ ആരോ പിടിച്ചു നിർത്തുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തത്. പക്ഷെ ഇതൊക്കെ ഞാൻ മുമ്പ് സ്വപ്നത്തിൽ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തന്നെ ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, എൻ്റെ മാതാവ് ഈശോയുമാണ് എന്നെ അതിൽ നിന്നൊക്കെ രക്ഷിച്ചത്. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് പോകും. എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. 119 സങ്കീർത്തനം 97 തിരുവചനം. അങ്ങയുടെ നിയമത്തെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നു, അതിനെപ്പറ്റിയാണ് ദിവസം മുഴുവനും ഞാൻ ധ്യാനിക്കുന്നത്. അഖിൽ എന്ന ഈ സഹോദരൻ വിദേശത്ത് ജോലി ലഭിക്കുന്നതിനായി ആഗ്രഹിച്ച് ഉടമ്പടി പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഉടൻ പരിഹാരമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ദുബായിൽ ജോലി നൽകി എന്നതിന് അദ്ദേഹം വളരെ നന്ദിയോടെ എൽത്താരയിൽ സാക്ഷ്യം പറയുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും അതെല്ലാം പരിശ്രമങ്ങൾ വിഫലമാകുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരൻ്റെ അമ്മയാണ് പറഞ്ഞത്, നീ കൃത്യമായി ഉടമ്പടി ധ്യാനം കൂടണം. ഉടമ്പടിയിലേക്ക് പിച്ച വെച്ച് വന്ന ഈ അക്രൈസ്തവ മകനെ ധ്യാനത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഏറ്റുപറയുന്നത്. ഉടമ്പടി ധ്യാനം കൂടിയ അന്ന് തന്നെ അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹം അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി എലമെൻറ്റിലൂടെയാണ്, ഫീച്ചേഴ്സിലൂടെയാണ് അദ്ദേഹത്തിന് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ കിട്ടുവാനായിട്ട് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തതെന്ന് ഏറ്റുപറയുന്നു. അദ്ദേഹത്തിന് അതുപോലെ ഇയർ ബാലൻസ് ഉണ്ടായപ്പോഴും അവിടെ 1 മാസത്തോളം മരുന്ന് കഴിച്ചെങ്കിലും ഉടമ്പടി തൈലം എന്ന ഒരു വലിയ ആൻറ്റിബയോട്ടിക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിട്ടും അത് പെട്ടെന്ന് അത് ഉപയോഗിക്കുവാനും ഉള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ അദ്ദേഹത്തിന് ലഭിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ വിശ്വാസ പ്രമാണം ചൊല്ലിയ വിശ്വാസ പ്രയോഗം അദ്ദേഹം കാതുകളിൽ പുരട്ടിയും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ഒരു തവണ അത് പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഗ്രാജുവലി അത് കുറയുകയും അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായി ഇന്ന് നന്ദി പറയുകയും ചെയ്യുന്നു. പല പ്രാവശ്യം വാഹനാപകടങ്ങൾ ഉണ്ടായപ്പോഴും പരിശുദ്ധ അമ്മ തന്നെ ആരോ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായി. ഓരോ പ്രാവശ്യവും അത് വെളിപ്പെടുകയാണ്, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു അമ്മയാണ്, സഞ്ചാരി മാതാവാണ് കൃപാസനം അമ്മ. ഉടമ്പടിയെടുത്ത മക്കളുടെ കൂടെയെല്ലാം അമ്മ സഞ്ചരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ്. അമ്മയ്ക്ക് നമ്മെ കൈവിടാൻ സാധിക്കില്ല. കാരണം അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട അന്ന് പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഈശോയുടെ തിരുരക്തത്താൽ പരിശുദ്ധ അമ്മ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ രക്ഷിക്കുന്ന ഒരു വലിയ കർത്തവ്യം അമ്മ ഇന്ന് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ അപകട സാധ്യതകളെയും, എല്ലാ ബലഹീനതകളെയും, കുറവുകളെയും, നമ്മുടെ ജോലിയില്ലാത്ത അവസ്ഥയെയും, നമ്മുടെ ജയിക്കാൻ പറ്റാത്ത എല്ലാ പരീക്ഷണങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് നമുക്ക് നൽകാം. അമ്മ നമ്മെ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അഖിലിന് ലഭിച്ച കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗീത.
ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. തുഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് കോടാനുകോടി നന്ദി. ഇതെൻ്റെ മകൾ ദീപ. വിവാഹം കഴിഞ്ഞ് 10 വർഷം കുട്ടികളൊന്നും ആയിരുന്നില്ല. കൃപാസനത്തിൽ ആദ്യമായി ഞാൻ വന്നത് എൻ്റെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞിട്ടാണ്. ആങ്ങളയുടെ ഭാര്യ ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ അവിടുന്ന് ഒരു ചേച്ചി പോന്ന് ഇവിടെ വന്ന് ആ ബ്ലീഡിംഗ് ഒക്കെ മാറി. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയാൽ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു. അങ്ങനെ വന്ന് ഇവളെക്കും വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു പോയി. ഇവള് 10 വർഷം ആദ്യം ഒന്നുണ്ടായി, അത് അബോർഷനായി പോയി. പിന്നെ ഉണ്ടാകില്ല. 10-12 ഡോക്ടർമാരെ കാട്ടിയിട്ടും കുഴപ്പമൊന്നുമില്ല രണ്ടാക്കും എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ലണ്ടനിൽ പോയി. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ വയറ്റത്ത് അവളെയും അവൻ്റെയും ഫുൾ സൈസ് ഫോട്ടോയിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ ദിവസം ഞാൻ ഇവൾക്ക് തന്നെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരി പോലെ എൻ്റെ ബേക്കെന്ന് പറഞ്ഞു, അവക്കല്ല അവനാണ് കുരിശ് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 3 മാസം അവന് കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. ഫോട്ടോയിൽ രണ്ടാളെയും ഫുൾ സൈസ് ഫോട്ടോയിലാണ് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ 3 മാസം ആയപ്പോൾ ഓക്ക് വിശേഷം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അച്ഛൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 2 വർഷമായിട്ട് മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ അതിന് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഒന്ന് ഞാനായിരുന്നു. അത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്കതിൻ്റെ ഫലം കാട്ടിത്തന്നു. ഇവൻ 7 മാസമായപ്പോഴാണ് ഇങ്ങോട്ട് ഈ കേരളത്തേക്ക് വന്നത്. അതുവരെ UK-യിലായിരുന്നു. ഓനൊരു കുഴപ്പമില്ലാതെ എല്ലാം സുഖമായിട്ട് അവിടെ കഴിഞ്ഞു. വന്ന് കഴിഞ്ഞ നവംബർ 21-ാം തീയതി നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ സിസേറിയനിലൂടെ ഞങ്ങൾക്ക് കിട്ടി. അവൻ്റെ പേര് ഇവാൻ എന്നാണ്. ഇത് തന്ന ദൈവത്തിന് ഒരു കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തി ഞാൻ ഇവിടുന്ന് കിട്ടണ പേപ്പർ മഞ്ചേരി ഓട്ടോ സ്റ്റാൻഡിലും കടകളിലും ഒക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ ആശുപത്രിയിലും ചോറ് പൊതി കൊണ്ടു കൊടുത്തു. ആശുപത്രിക്കാർ പിന്നെ അവർക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനാഥാലയത്തിൽ ദിവസം ഓരോ ആഴ്ചയിലൊക്കെ ഭക്ഷണത്തിന് എന്നാൽ കഴിയണ പോലെ ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ എല്ലാ ഡെയിലി ബ്രെഡും വൈകുന്നേരത്തെ പ്രാർത്ഥനയും കൂടും. പിന്നെ സാക്ഷ്യം ഒരു ദിവസം ഒരു 5 സാക്ഷ്യമെങ്കിലും ഞാൻ കേൾക്കും. പിന്നെ ധ്യാനം ഒരു ദിവസത്തെയും ധ്യാനം ഞാൻ മുടക്കലില്ല. മകൾ പ്രസവിച്ച ഒരു 2 മാസത്തെ ധ്യാനം മുടങ്ങി, അതും കൂടി പിന്നെ ഓരോ ദിവസം വെച്ച്. പിന്നെ ബൈബിൾ മൊത്തം വായിച്ചു കഴിഞ്ഞു. പുതിയ നിയമം 2ാമതും വായിക്കാൻ തുടങ്ങി. കൊന്ത ചെല്ലും. പത്രം വാങ്ങിച്ചിട്ട് ഒരാൾ പറഞ്ഞെന്നോട്, എന്തിനാ നിങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, പേപ്പർ വേണ്ടെങ്കിൽ തന്നാൽ മതി, എന്നെ വേണ്ടാത്തതൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് പേപ്പർ മേടിച്ച് അയാളെടുത്ത് പോന്നു. ദൈവം തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപ. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അബോർഷനായിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് ശേഷം 10-12 ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. PCODൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് 2 പേർക്കും. 10 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ എനിക്ക് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വചനമാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. രക്ഷ ഒരു പ്രത്യേക കൂട്ടർക്കല്ല, ഒരു പ്രത്യേക മതത്തിനല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിനല്ല. രക്ഷ ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ഇന്നിൻ്റെ രക്ഷ കിട്ടാനുള്ള ഒരു വലിയ മാർഗമാണ് ഉടമ്പടി. വചനം പറഞ്ഞതുപോലെ ശിമയോൻ ഒരു സാധാരണ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞ് ദൈവലോകത്തിനായി ഒരുക്കിയ രക്ഷയാണെന്നാണ് ശിമയോൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറയാനും കരയാനും കണ്ണീരൊഴുക്കുവാനുമുള്ള ഒരു വലിയ ഒരു സന്നിധിയാണ് പരിശുദ്ധ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയം. ഈ ആലയത്തിൽ വന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ജാതിയോ മതമോ ഒന്നും നോക്കാതെ കാലഘട്ടത്തിനനുസരിച്ച് കുടുംബങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ച് കണ്ണീരോടെ നാം പരിശുദ്ധ അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും കേൾക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ലോകത്തിന് ഇന്നൊരമ്മയുണ്ടെങ്കിൽ അത് കൃപാസന അമ്മയാണ്.
ലോകത്തിൻ്റെ നാനാ ജാതി മതസ്ഥരായ എല്ലാവരും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ വന്ന് ആ കണ്ണീരൊപ്പുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. 10 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്ന ഈ മകൾക്ക് വേണ്ടിയിട്ട് അമ്മയാണ് വന്ന് പ്രാർത്ഥിച്ചത്. അതും അക്രൈസ്തവരായ മക്കൾ ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആദ്യമേ ഒരു വീട്ടിൽ ഒരു ദൈവാനുഭവമുണ്ട്. ആ അനുഭവം കേട്ട് ആ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഈ സഹോദരിക്കും വിശ്വാസമായത്. 10 വർഷമായി പല ഹോസ്പിറ്റലുകളിൽ പോയി 12 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടും ഒരു കുട്ടിയായില്ല. എന്ത് കാരണമെന്ന് ഡോക്ടേഴ്സിന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ മകൾക്ക് PCOD ഉണ്ടായിരുന്നു. ആദ്യത്തെ കുട്ടി അബോഷനായി. പിന്നീട് ഒരു കുട്ടിയെ കിട്ടാനായിട്ട് 10 വർഷത്തോളം അവർ കാത്തിരുന്നു. ഈ സഹോദരി കൃപാസനത്തെ പറ്റി അറിയുകയും എല്ലാ കുടുംബ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഈ അമ്മയെപ്പറ്റി അറിയുകയും സമയചുരുക്കത്തിന് മേലധികാരമുള്ള കൃപാസനം അമ്മയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയുമായി കണ്ണീരോടെ ഈ സഹോദരി വരികയാണ്. ഇവിടെ വന്ന് ഉടമ്പടി നിയോഗമായി സമർപ്പിച്ചത് സ്വന്തം മകൾക്കൊരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഉടമ്പടി എടുത്ത്, നമുക്കറിയാം ഉടമ്പടി ഉടനടി പരിഹാരമാണ്. ഉടമ്പടി എടുത്ത് 3 മാസം പൂർത്തിയാക്കിയില്ല. അതായത് ഉടമ്പടി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ മകൾ കൺസീവ് ആകുന്നത്. 10 വർഷം സാധ്യമാകുന്ന കാര്യമാണ്. അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ഈശോയുടെ അരികിൽ വന്ന് ആ ഈശോയുടെ അരികിലേക്ക് നമ്മളെ കരം പിടിച്ച് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. സമയത്തിന് മേൽ അധികാരമുണ്ട്. അന്നും ഈശോ പറഞ്ഞത് എൻ്റെ സമയമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. ഇത്രയും വർഷങ്ങൾ, ഇത്രയും നാളുകൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയായിരുന്നു. നമ്മളെങ്ങനെയാണ് കാറ്റക്കിസം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതും പ്രാർത്ഥന എപ്പോഴും ചൊല്ലുന്ന പ്രാർത്ഥനയാണ്. പക്ഷെങ്കിൽ ഉടമ്പടിയിൽ പ്രാർത്ഥന ചൊല്ലുക മാത്രമല്ല, ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഈ സഹോദരി, അക്രൈസ്തവയായ ഈ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയിട്ട്. 10 വർഷം ഒരുപക്ഷെ ഒരു നീണ്ട സമയമാണ്. ഒരുപക്ഷെ പ്രതീക്ഷയില്ലാവാം. പ്രതീക്ഷ തകർന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യമായിട്ടാണ് ഈ സഹോദരി ഇവിടെ വന്നത്. പക്ഷെങ്കിൽ കൂടുതൽ തീഷ്ണതയോടെ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ ഇഷ്ടമനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിച്ചപ്പോൾ, ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് 90 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ മകൾ കൺസീവ് ആകുകയാണ്. ഇതാണ് സകല ജനതകൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത്. അത് നമ്മുടെ സമയത്ത് നമ്മുടെ കണ്ണുകൾ കണ്ട് കാണുവാൻ സാധിക്കുന്നു. അതൊരു വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ സമയത്താണ്. ഈ കാലത്തിൻ്റെ സമയത്തിന് അനുസൃതമായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും അമ്മ പറഞ്ഞത് തന്നെ ദുരന്തം വരുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരന്തങ്ങളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയാണ് ഈ മകളോട് പറഞ്ഞതും. മകന് വേണ്ടി നമ്മൾ പ്രാർത്ഥന കൂടുതൽ തീഷ്ണതയോടെ ആകുമ്പോൾ അമ്മ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. ഈ അമ്മയോട് ഒരു അശരീരി പറയുകയാണ്, മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ട, മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഓരോ ശബ്ദം അമ്മ തന്നെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ കൂടുതൽ എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അമ്മ നമ്മുടെ അടുത്ത് വരികയാണ്. ഈശോയും അമ്മയും ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ മകൾക്ക് വേണ്ടി, സഹോദരി മകൾക്ക് വേണ്ടി മാത്രമല്ല മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നല്ല ന്യൂസ് വരികയും ഇവാൻ എന്ന കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാലാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഇവാൻ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഇന്ന് ഈ മക്കൾ പരിശുദ്ധമ്മയുടെ സാന്നിധ്യത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ നമുക്ക് ഒറ്റപ്പെട്ടവരായി തോന്നാം, സമൂഹം മാറ്റി നിർത്താം, ഇനി എനിക്ക് രക്ഷയുണ്ടോ എന്നുള്ള തോന്നലുണ്ടാവാം. വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, സ്നേഹത്തിലും കരുണയിലുമാണ്. ദൈവലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു പ്രത്യാശയാണ് ഇന്ന് ഉടമ്പടി. കൃപാസനം അമ്മ തുറന്ന ഹൃദയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അമ്മയാണ്. കൃപാസനം ഇന്ന് എല്ലാവർക്കും മുമ്പിൽ എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന രക്ഷ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു സന്നിധിയാണ്. അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയുടെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്താനാണ്. സ്നേഹത്തിലൂടെ, ക്ഷമയിലൂടെ, സഹനത്തിലൂടെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ രക്ഷ കാണുന്ന വഴിയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗീതയ്ക്കും കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെ, പ്രത്യേകിച്ചും ഈ കുഞ്ഞുവാവ ഐവാന് നൽകിയ കൃപയെക്കുറിച്ച് നമുക്ക് കരങ്ങളടിച്ച്. കുമാരനും 1000 നന്ദി. ഞാൻ മെറി ജിബിൻ, മാപ്രാണം, ഇരിഞ്ഞാലക്കുട രൂപത, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകനാണ് ജോർജ്. 5 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ജോർജ് ഉണ്ടായത്.
അവനുണ്ടായതിന് ശേഷം അമ്മേ, അപ്പച്ച എന്നൊക്കെയുള്ളൊരു വിളി കേൾക്കാൻ, അവൻ വർത്തമാനം പറയുന്നതെന്ന് കേൾക്കാൻ ഞങ്ങൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഒരു 3-4 കൊല്ലത്തേക്ക് ഞങ്ങളതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷേ അവൻ ഉള്ളിൽ തട്ടി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പറയും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെയാണ്. ഫുൾ മൊബൈൽ നോക്കി അങ്ങനെ ഒരു ഇതായിരുന്നു. അവന് തന്നെത്താൻ ഒരു മൊബൈലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഭയങ്കരമായിട്ട് കരഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ ആ മൊബൈൽ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു. അമ്മ ആ നേരത്ത് ഉടമ്പടിയിലായിരുന്നു. ആ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവൻ അങ്ങനെ ചെയ്തത്. അമ്മ ആ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ദിവസവും അവന് നാവിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം മുതൽ അവനിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യം ഈ പറഞ്ഞോണം മൊബൈൽ എനിക്ക് തിരിച്ചു കൊണ്ട് തന്നു. രണ്ടാമത് കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിൽ തട്ടി തന്നെ അമ്മേ, അപ്പച്ച എനിക്കത് വേണം, എനിക്ക് ഇന്നത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്ക് ബാത്റൂമിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് വെള്ളം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു, നിനക്ക് ഉടമ്പടി എടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാം. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അത് കൃത്യമായിട്ടൊന്നും ഞാൻ ഫോളോ ചെയ്തില്ല. അപ്പോൾ രണ്ടാമതൊരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴിയാണ് പ്രാർത്ഥിച്ചത്. ഉണ്ണിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാണ്ട് നടക്കണ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ 2 ഉണ്ണികളെ നോക്കിക്കോളാം, നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും അവന് തൈലം പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം അതുവരെ അവൻ ഒരു കാര്യത്തിൽ 5 സെക്കൻഡിൽ കൂടുതൽ അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പല പല കാര്യങ്ങളിലേക്ക് ചിന്തിക്കും. അവന് അറ്റൻഷൻ ഡെഫിഷ്യൻ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ തെറാപ്പിസ്റ്റുകളും അതാണ് പറഞ്ഞത്. ഇപ്പോൾ അവൻ ഹൈപ്പർ ആക്റ്റീവാണ്, പക്ഷേ അറ്റൻഷൻ അവന് കൂടി വരുന്നുണ്ടെന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞു. ഇനി അവന് തെറാപ്പിയുടെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞു. NIPMR എന്ന് പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇത് പറഞ്ഞത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൻ ഇപ്പം നന്നായി പാട്ട് പാടും, വചനം വായിക്കും. ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് എന്നേലും നന്നായിട്ട് അറിയുന്ന അവനാണ്. അവൻ പറയുന്ന പുസ്തകങ്ങളാണ് കുടുംബ പ്രാർത്ഥനയിൽ ഇപ്പം ഞങ്ങൾ ചെല്ലണത്. അതുപോലെ 4 വയസ്സുള്ളപ്പോൾ സ്വർഗസ്നായ നന്മ നിറഞ്ഞറിയം, ത്രിത്വസ്തുതി, കർത്താവിൻ്റെ മാലാഖ, കൊന്ത ഫുൾ ചൊല്ലുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ അവനാണ്. 4 വയസ്സ് മുതൽ. ഇത്രയും വ്യത്യാസങ്ങൾ എൻ്റെ മോനിൽ വരുത്തിയത് പരിശുദ്ധ ദൈവമാതാവും തിരുക്കുമാരനും തന്നെയാണ്. പിന്നെ ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും എന്നോട് ചോദിച്ച് മേടിക്കും ഇവർ 2 പേരും, 2 മക്കളും. അവർക്ക് എന്തെങ്കിലും വേദന വന്നാൽ അപ്പം പറയും, എനിക്ക് തൈലം പുരട്ടി തായോ, തമ്പാച്ചൻ്റെ തൈലം പുരട്ടിയാൽ എൻ്റെ വേദന മാറുമെന്ന് പറയും. അതേപോലെ നേർച്ച ഉപ്പും നേർച്ച തേനും എല്ലാ ദിവസവും എന്നോട് ചോദിച്ചു മേടിച്ചിട്ട് എന്നോട് പറയും, വിശ്വാസ പ്രമാണം ചെല്ലമ്മ എന്നിട്ട് കഴിക്കാം എന്ന് പറയും. ഉടമ്പടി ജീവിതം പത്രം ഞാൻ എല്ലാം കൊടുത്ത് തീർത്തായിരുന്നു. പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും, കുർബാനയിൽ പങ്കെടുക്കൊള്ളും. ആദ്യമൊക്കെ ഞാൻ കുർബാനയിൽ പോകുമ്പോൾ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഫുൾ പല വിചാരമായിരുന്നു. ഞാൻ ഒന്നും ശ്രദ്ധിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെ പല കാര്യങ്ങളും ആയിരുന്നു എൻ്റെ തലയിൽ. പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് കുർബാനയിൽ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഞാൻ കുർബാന കൂടാൻ തുടങ്ങി. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ഇതൊക്കെ അവർ കൈ നീട്ടുമ്പോൾ ചെയ്യാറുണ്ട്. 2023 ഏപ്രിൽ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എന്താണെന്നറിയാതെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഉടമ്പടിയിൽ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു,
ചാവണ വരെ, എനിക്ക് നടക്കാൻ പറ്റണ വരെ ഈ ഉടമ്പടിയിൽ എനിക്ക് തുടരണമെന്നാണ് ആഗ്രഹം. എത്ര മാറിയാലും എന്നെ ഇവിടെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 68 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ ബസ്സിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്ന്. ആ പറഞ്ഞ ഹസ്ബൻഡ് എന്നെ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാനിവിടെ 90 ദിവസം കൂടുമ്പോൾ ഇവിടെ വരും, പത്രം മേടിക്കും, ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പള്ളികളിലും കൊണ്ടുപോയി കൊടുക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തികളും ധർമ്മങ്ങളും ദാനങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനു പകരം ഞാൻ വീട്ടിലിരുന്ന് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് വേണ്ടി വചനം എഴുതി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കൗൺസിലിംഗ് ആയിട്ട് ആൾക്കാർ വന്ന് സമാധാനിപ്പിക്കാൻ പ്രാർത്ഥിക്കാനും തുടങ്ങി. എൻ്റെ വീട്ടിൽ ഞാൻ മാതാവ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് എൻ്റെ മോന് കൊച്ചുണ്ടാവുമെന്നും അത് 9-ാം തീയതി ആണെന്നും പറഞ്ഞു. എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു 9-ാം തീയതി. നവംബർ 9-ന് നീ കൊച്ചിനെ എടുക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പ് കുറേ തടസ്സങ്ങളുണ്ടായി. അവൾ 5-ാം മാസത്തിൽ ഡെലിവറി ആവുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് അത് സ്റ്റിച്ചിട്ടിട്ട് കൃത്യം നവംബർ 8-ന് രാത്രി പ്രസവിച്ചു. 9-ന് എൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കിട്ടി. പിന്നെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ സങ്കടപ്പെടണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോർജ് മിണ്ടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നേടാ മോനെ എന്ന് പറഞ്ഞു മാതാവും നെഞ്ചത്തിൻ്റെ അടുപ്പിലേക്ക് അടുപ്പിച്ചിട്ട് പറഞ്ഞു, 5 സെൻറ്റൻസ് ഇംഗ്ലീഷും 5 സെൻറ്റൻസും മലയാളവും പറയാൻ പറഞ്ഞു. അവനത് പറയണമായിട്ട് ഞാൻ കണ്ട വഴിക്ക് ഞാൻ മെറിയോട് പറഞ്ഞു, എൻ്റെ മോളോട് പറഞ്ഞു, ഇപ്പം തന്നെ നീ ഉടമ്പടി എടുക്കണം, അവന് മാറ്റം വരും, മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ നാട്ടിലേക്ക് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. എൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക. എൻ്റെ ഹസ്ബൻഡ് മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് ഈ ചിട്ടി അങ്ങനത്തെയൊക്കെ വിളിക്കാൻ നേരത്ത് കേസിൽ കിടക്കണ വീട് ശരിയാവാൻ വേണ്ടി അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അത് വിജയിച്ച് വരാറുണ്ട്. മാതാവിനും ഭദ്രമായിട്ടൊരു ചെപ്പിലാക്കി ഞങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വയ്ക്കും. ഞാൻ എവിടെ പോയാലും ഹസ്ബൻഡ് പറയും, ഇത് കൊണ്ടുപോകല്ലേട്ട്, ഇത് ഇവിടെ ഇരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ പ്രാർത്ഥനയിലായി. മാതാവും തിരുക്കുമാരനും 1000 നന്ദി. ഇഷ്ടംമാതിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് പറയാത്തതാണ്. ഇവിടെ വന്നാൽ നമ്മൾ പറയണേലും കൂടുതൽ അനുഗ്രഹം വീട്ടിലേക്ക് വരും, ഉറപ്പാണ്. നമ്മൾ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നടത്തുന്ന ആളാണ് സഞ്ചാരി മാതാവ്. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ നിന്ന് ജോർജിനെ പറഞ്ഞു വിട്ടതാണ്. UKG പഠിക്കുമ്പോൾ അവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല, മറ്റു കുട്ടികളെ ഉപദ്രവിക്കണു, ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞു വിട്ടത്. ഇപ്പോൾ അവൻ സെൻറ്റ് സേവിയർ മാപ്രാണം സ്കൂളിലാണ് പഠിക്കുന്നത്. DCL പോലത്തെ പരീക്ഷകളിലൊക്കെ A ഗ്രേഡാണ് അവന്. താങ്ക് യു അമ്മേ, താങ്ക് യു ഈശോയെ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ, തലമുറകൾ തോറും പാടം ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും പുണ്യതേ അമ്മമ്മ, പറുദീസയായി അമ്മ ഈശോയ്ക്ക് വളരാൻ, പുണ്യശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാം. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഇന്ന് മെറി ജിബിനും തൻ്റെ അമ്മയും തൻ്റെ കുഞ്ഞും ഈ അൾത്താരയിൽ ഈ മകന് ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ നിന്നുള്ള കിട്ടിയ സർട്ടിഫിക്കറ്റുമൊക്കെ ആയിട്ട് തൻ്റെ മകൻ ഇന്ന് എത്രമാത്രം സൗഖ്യപ്പെട്ടു. ആ മകൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതെല്ലാം നാം കേട്ടതാണ്, അവൻ എങ്ങനെയായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട തിരുവചനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തെ, അതായത് പലതരത്തിലുള്ള വ്യക്തികൾ, പലതരത്തിലെ ബലഹീനതകളുള്ളവർ, അവർ
സുഖം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ജനക്കൂട്ടം വിസ്മയിച്ചു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കൃപാസനം എന്ന ബെത്സൈദ കുളക്കരയിൽ ഇത് തന്നെയാണ് നടക്കുക. ഇവിടെ പലതരത്തിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതൊന്നും ലോകത്തിന് വിശ്വസിക്കാൻ സാധിക്കാത്ത അസാധ്യ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാം അനുഭവിക്കുന്നു, ഹൃദയത്തിൽ നാം അനുഭവിക്കുന്നു. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. അതെല്ലാം നാം കേട്ടതാണ്. നമുക്ക് കരങ്ങളടിച്ച്